ഹായ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്ന് മൂന്നാമത്തെ സെക്ഷനാണ്, റിവിഷൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. നമ്മൾ പേജ് നമ്പർ വൈറ്റമിൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പേജ് നമ്പർ 15 നമ്മൾ എല്ലാ വൈറ്റമിൻസിൻ്റെയും ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്കുള്ളത് ആ പേജിൽ തന്നെയുള്ള വൈറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സിനെ കുറിച്ച് ചെറിയൊരു എക്സ്ട്രാ റീഡിംഗ് ആണ്, പക്ഷെ നമുക്കത് അത്യാവശ്യമുള്ള ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ what is vitamin D. Vitamin D can be obtained from sunlight. So vitamin D is obtained from where? It is obtained from sunlight. സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അതേപോലെ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് എമൗണ്ടിലേ നമുക്ക് എന്തിൽ നിന്ന് കിട്ടുള്ളൂ? ഫുഡിൽ നിന്ന് കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ എമൗണ്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? സൺലൈറ്റിൽ നിന്നാണ് കിട്ടുക. ഇനി ഇത് മെയിനായിട്ട് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദി ഹെൽത്ത് ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ഫോർ ദി ഇമ്മ്യൂണിറ്റി. നമ്മുടെ പ്രതിരോധ ശക്തി, നമ്മുടെ ബോൺസിന് വേണ്ടിയിട്ട്, ബോൺസിൻ്റെ ഹെൽത്തിന്, അതുപോലെ നമ്മുടെ പല്ലുകളുടെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. എത്രയാണോ ആവശ്യം അത്രയും ഉണ്ടായിരിക്കണം. ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസസ് പഠിക്കുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഡിസീസസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ബോൺസിനാണ് പ്രശ്നം വരിക. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബോൺസ് ഒക്കെ എന്തായിട്ട് മാറും? സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിലാവും. വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള രീതിയിലുള്ള ബോൺസ് ആയിട്ട് മാറും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഒരു ഡിസീസ്, ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ് റിക്കറ്റ്സ്. സോ ഈ പേര് ഓർത്ത് വെക്കുക. ഇതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഡിസീസ്. ഏതാണ്? റിക്കറ്റ്സ്. റിക്കറ്റ്സ്. ഓക്കെ. സോ ഏറ്റവും നല്ല സോഴ്സ് ഏതാണ്? സൺലൈറ്റ് തന്നെയാണ്. ഫുഡിൽ നിന്നും കിട്ടും, പക്ഷെ വളരെ മൈന്യൂട്ട് എമൗണ്ടിലേ നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ. സോ അത്രയുമാണ് വൈറ്റമിൻ ഡിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആൻഡ് വൈറ്റമിൻ ഡി എന്തിനുള്ളതാണ്? ഇറ്റ് ഈസ് ഫോർ ദി ഹെൽത്ത് ഓഫ് ബോൺ, ടീത്ത് ആൻഡ് ഫോർ ദി ഇമ്മ്യൂണിറ്റി. Okay, and the deficiency of vitamin may cause the bone to be soft and brittle, and this disease is known as rickets. ഓക്കെ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ബി കോംപ്ലെക്സ്. ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു 8 ഡിഫറെൻറ്റ് വൈറ്റമിൻസിൻ്റെ ഒരു കോംപ്ലെക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ഗ്രൂപ്പാണ് ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് മെയിനായിട്ട് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ നമ്മുടെ സെല്ലുലാർ ഗ്രോത്ത്, അതായത് നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യത്തിന്, സെൽസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ RBC ഉണ്ടാകാൻ വേണ്ടി, റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഐസൈറ്റ് നല്ലതാക്കാൻ, കാഴ്ചശക്തി ലഭിക്കാനായിട്ട്, ആൻഡ് ഫങ്ഷനിങ് ഓഫ് നെർവ്സ്, നമ്മുടെ നെർവുകളുടെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും, നമ്മുടെ കാർഡിയാക് ഹെൽത്ത്, കാർഡിയാക് എന്ന് പറയുന്ന ടേം എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഹാർട്ട്. ഓക്കെ. കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് കാർഡിയാക്ക്. അപ്പൊ കാർഡിയാക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനും ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ബി കോംപ്ലക്സിന്റെ ഫങ്ഷൻ? സെല്ലുലാർ ഹെൽത്ത് ഉണ്ട്, ഫോർമേഷൻ ഓഫ് RBC, ഐസൈറ്റ്, ദെൻ ഫങ്ഷനിങ് ഓഫ് നെർവ്സ് ആൻഡ് കാർഡിയാക് ഹെൽത്ത്. ഇത്രയും ഫങ്ഷൻസ് എന്തിനുണ്ട്? ബി കോംപ്ലക്സ്. ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വൈറ്റമിൻ ആണോ? അല്ല. 8 വൈറ്റമിൻസിന്റെ ഒരു ഗ്രൂപ്പാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും പഠിച്ചതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ. സോ നെക്സ്റ്റ് പേജിൽ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻസും ആ വൈറ്റമിൻസ് ഉള്ള ഫുഡ് ഐറ്റംസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. സോ കുറച്ച് എക്സാമ്പിൾസ്, ദേ ആർ ഗിവൺ സം എക്സാമ്പിൾസ്, നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്യണം. അപ്പം എപ്പോഴും എക്സാമ്പിൾസ് പഠിക്കുമ്പം നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് പഠിക്കുക, അതായത് പരിചയമുള്ള എക്സാമ്പിൾസ്, ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് തന്നെ പഠിക്കാം. സോ വൈറ്റമിൻ എ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഫിഷ്, ക്യാരറ്റ്,
വി ക്യാൻ ആഡ് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് നിങ്ങളൊക്കെ കഴിക്കാറുണ്ടായിരിക്കും അല്ലേ. സ്വീറ്റ് പൊട്ടറ്റോ, ദെൻ മാംഗോ, പപ്പായ മതി. ഇത്രയും എക്സാമ്പിൾസ് മതി. ഓക്കെ, മിനിമം ഒരു 5 or 4 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ദെൻ വൈറ്റമിൻ ബി കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ്, ഒന്ന് മട്ട റൈസ്, സ്പിനാച്ച് ഉണ്ട്. ദെൻ എഗ്ഗ് നമുക്ക് യൂസ് ചെയ്യാം വൈറ്റമിൻ ബി. ദെൻ നട്ട്സ്, ദെൻ ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ്. ഓക്കെ, ഇങ്ങനെ പരിചയമുള്ള എക്സാമ്പിൾസ് മാത്രം പഠിച്ചു വയ്ക്കുക. ദെൻ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ പുളിയുള്ള ഫുഡ് ഐറ്റംസിലെല്ലാം വൈറ്റമിൻ സി ഉണ്ടാവും. ഗൂസ്ബെറി, ലെമൺ, ദെൻ ഓറഞ്ച്, ദെൻ ഗുവ മീൻസ് പേരയ്ക്ക, സ്ട്രോബെറീസ് ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ദെൻ വൈറ്റമിൻ ഡി കണ്ടെയ്നിങ് ഫുഡ് ഐറ്റം, വളരെ കുറഞ്ഞ അളവിലേ നമുക്ക് വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ ഫുഡാണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫിഷ്, എഗ് ഉണ്ട്, ദെൻ മിൽക്ക്, ദെൻ സൺലൈറ്റ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ വൈറ്റമിൻ ഇ, സൺലൈറ്റ് ഒരു ഫുഡല്ല, അപ്പം അത് എക്സെപ്ഷൻ ആണ് കേട്ടോ. സൺലൈറ്റിൽ നിന്നും കിട്ടും. അതുകൂടാതെ ഫിഷും എഗ്ഗും മിൽക്കും ഒക്കെ കഴിക്കുകയാണെങ്കിലും വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ ഡി കിട്ടും. ദെൻ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പീനട്ടിലുണ്ട്, ആൽമണ്ടിലുണ്ട്, അതേപോലെ സൺഫ്ലവർ സീഡിൽ വൈറ്റമിൻ ഇ പ്രസന്റ് ആണ്. സൺഫ്ലവർ സീഡ്, ദെൻ സ്പിനാച്ച്, അവക്കാഡോ, ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ ഇ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്. ദെൻ വൈറ്റമിൻ കെ, ക്യാബേജ്, കോളിഫ്ലവർ, ദെൻ സ്പിനാച്ച് മീൻസ് ചീര, ബ്രൊക്കോളി, ഇതിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ കെ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾസ് ഒരു 4 to 5 എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കും, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, ദെൻ ഇത്രയാണ് ഈ ഒരു പേജിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് വൈറ്റമിൻസുമായിട്ട് റിലേറ്റഡ് ചെയ്തത്. ആദ്യം എക്സാമ്പിൾസ് പഠിച്ചിട്ട് ബാക്കി നോക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ വൈറ്റമിൻസ് വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ? ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി, ദെൻ വൈറ്റമിൻ സി. സോ ബി, സി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ദേ ആർ വാട്ടർ സോലബിൾ. ആൻഡ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ഫാറ്റ് സോലബിൾ അഡക് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അഡക്, ADEK. ഇത്രയും വൈറ്റമിൻസ് ഫാറ്റ് സോലബിൾ ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം, ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. വൈറ്റമിൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ന്യൂട്രിയൻറ്റിലേക്ക് പോവുക. വൈറ്റമിൻസിനെ കുറിച്ചിട്ട്, വൈറ്റമിൻസും അതിൻ്റെ ഫങ്ഷൻസും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. ദെൻ ഇന്ന് പഠിച്ച വൈറ്റമിൻ ഡി, ബി കോംപ്ലെക്സ്, ദെൻ വൈറ്റമിൻ ഡി ഫുഡ് സോഴ്സ് ഏതൊക്കെയാണ്, ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്, ദെൻ വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്, ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് മിനറൽസ് ഇൻ ഫുഡ്. നമ്മുടെ ഫുഡിൽ ഒരുപാട് മിനറൽസ് അവൈലബിൾ ആണ്. നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ് എല്ലാം തന്നെയും. അപ്പം അത് ഏതൊക്കെയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്നാണ് അർത്ഥമാക്കുന്നത്. സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തിനൊക്കെയാണ് ഓരോ മിനറൽസും നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, പിന്നെ ആ ഒരു മിനറൽ ഏതൊക്കെ ഫുഡ് ഐറ്റത്തിന് കിട്ടും എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. സോ നമുക്ക് മെയിനായിട്ട് 3 മിനറൽസ് ആണ് ഇവിടെ നോക്കേണ്ടത്. ദാറ്റ് ഈസ് അയേൺ, കാൽസ്യം ആൻഡ് അയോഡിൻ. അയേൺ, കാൽസ്യം പറഞ്ഞു നോക്കുക. അയേൺ, കാൽസ്യം ആൻഡ് അയോഡിൻ. അയേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അയേൺ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട് അല്ലേ.
അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്? ഇൻ ഓർഡർ ടു ഫോം അല്ലെങ്കിൽ ഫോർ ദി ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയോഡിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ അത് ഫുഡിൽ നിന്നും നമുക്ക് കിട്ടും. ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ മതി? ലീഫി വെജിറ്റബിൾസ് കഴിച്ചാൽ നമുക്ക് കിട്ടും ജാഗറി, ഫിഷ്, ലിവർ. ഇത്രയും ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് മിനറൽ കിട്ടും? അയൺ കിട്ടും. സോ അയൺ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ഫങ്ഷനാണ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ അടുത്തതാണ് കാൽസ്യം. കാൽസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. സോ നമ്മുടെ ബോണിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഹെൽത്തിന്, പിന്നെ ടീത്തിൻ്റെ ഹെൽത്തിന്, ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്. എന്താണ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ? രക്തം കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, മിനറലാണ് ഇത് കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? വൈറ്റമിൻ കെ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഓക്കെ. സോ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിന് ഹെൽപ്പ് ചെയ്യുന്ന മിനറൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കാൽസ്യം. പിന്നെ എന്തിനൊക്കെ കാൽസ്യം ഹെൽപ്പ് ചെയ്യും? ഫോർ ദി ഹെൽത്ത് ഓഫ് ബോൺസ്, ടീത്ത്, എക്സെട്ര. ഓക്കെ. ഇത് എവിടെ നിന്നൊക്കെ കിട്ടും? നമ്മൾ എഗ്ഗ് കഴിച്ചാൽ നമുക്ക് കാൽസ്യം കിട്ടും, മിൽക്ക് കഴിച്ചാൽ കിട്ടും, ദെൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്, ഫിഷസിലൊക്കെ ഉണ്ട്. നല്ല എല്ലുള്ള ഫിഷസ് ഒക്കെ കഴിക്കുകയാണ്, എല്ലോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഫിഷസ് ഉണ്ടല്ലേ, അങ്ങനെയുള്ളതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കാൽസ്യം ലഭിക്കും. ഓക്കെ. ഇനി തേർഡ് വൺ ആണ് അയോഡിൻ എന്ന് പറയുന്നത്. അയോഡിൻ മെയിനായിട്ട് നമുക്ക് സീ ഫുഡിൽ നിന്നാണ് കിട്ടുക, കടൽ മത്സ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുക. അപ്പം ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ, നമ്മുടെ ഈ തൊണ്ടയിലുള്ള ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അയോഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ചില ആൾക്കാർ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറയാറുണ്ട്. മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരോടൊക്കെ ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമ്പം ചിലപ്പം ഡോക്ടേഴ്സ് പറയാറുണ്ട് തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനറൽ ഏതാണ്? ഇറ്റ് ഈസ് അയോഡിൻ. ഓക്കെ. അപ്പോൾ താഴെ യു ക്യാൻ സീ സം ക്വസ്റ്റ്യൻസ്. ഓക്കെ. വിച്ച് മിനറൽസ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്? യെസ്, അയൺ ആണ്. അയൺ. What food items should be included in your diet to get the mineral? Leaf. You can add leafy vegetable, jaggery, fish, liver, like that. Okay. Why should we eat seafood? Seafood ഏത് മിനറൽ ആണ്? In order to get iodine. So what health issues will occur if we avoid egg, milk and leafy vegetables? What happens? Calcium, the amount of calcium in our body decreases, or it may lower the amount of calcium in our body, which may cause some health issues to ബോൺസിന് ഹെൽത്ത് ഇഷ്യൂസ് വരാം, ക്ലോട്ടിങ് നടക്കാതിരിക്കാം, ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ നടക്കാതിരിക്കാം, ബ്ലീഡിങ് വരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഓക്കെ. അപ്പം ഇത്രയും ക്ലിയർ ആയോ? മിനറൽസിൻ്റെ കേസ് ഓക്കെ ആയോ? ഓക്കെ. സോ ആ പേജിൽ തന്നെ, പേജ് നമ്പർ 17 തന്നെ യു ക്യാൻ സീ വൺ ബോക്സ് ദറ്റ് ഈസ് റിലേറ്റഡ് ടു ഹീമോഗ്ലോബിൻ. എന്താണ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെൻ്റ് ആണ്. നമ്മുടെ ബ്ലഡിലുള്ള RBCയിലുള്ള, അതായത് ബ്ലഡിലെ സെല്ലാണ് RBC, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സെൽസിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളറൊക്കെ കൊടുക്കുന്നത്. റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ദിസ് ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദി സെൽസ്. എല്ലാ സെൽസിലേക്കും ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് കോശത്തിൽ നിന്നും ശുദ്ധീകരിക്കാൻ വേണ്ടി, അല്ലെ പുറത്തേക്ക് വിടാൻ വേണ്ടി, എക്സൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ എത്തിക്കുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്.
അപ്പം നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞു പോയാൽ എന്ത് പറ്റും? ആവശ്യത്തിന് ഓക്സിജൻ എല്ലാ സെൽസിലേക്കും എത്തിക്കാൻ കഴിയാതെ വരും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് ബ്ലഡ് സെൽസിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ പറയുന്നതാണ് അനീമിയ. വിളർച്ച വരിക, ബ്ലഡ് കുറഞ്ഞ് ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ് വിളർച്ച വരുന്ന ഒരവസ്ഥയാണ് അനീമിയ. അപ്പൊ ആ ഡിസീസ് ഓർത്ത് വെക്കുക കേട്ടോ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഡിസീസ് ഏതായിരുന്നു? യെസ്, റിക്കറ്റ്സ് ആയിരുന്നു, റിക്കറ്റ്സ്. അപ്പൊ അതേപോലെ നമ്മുടെ അയൺ കുറഞ്ഞ് ഹീമോഗ്ലോബിന്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ കോസ് എ ഡിസീസ് നോൺ ആസ് അനീമിയ. അനീമിയ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കും. ഓക്കെ. സോ ഇനിയാണ് നമ്മൾ കുറച്ചും കൂടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡെഫിഷ്യൻസി ഡിസീസസ്. ഏതൊക്കെ ഡിസീസസ് മീൻസ് ഏതൊക്കെ വൈറ്റമിൻസ് കുറഞ്ഞാൽ ഏതൊക്കെ ഡിസീസസ് വരും എന്നുള്ളതാണ് ആ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ എല്ലാ വൈറ്റമിൻസിൻ്റെ ഒന്നും നമുക്കിപ്പോൾ പഠിക്കാനില്ല. ഒരു 4 വൈറ്റമിൻസും അതിൻ്റെ ഡിസീസസും അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഏതൊക്കെ ഡിസീസസ് വരും എന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ വൈറ്റമിൻ എ ആണ്. നമുക്കറിയാം കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനു അതിന്റെ കുറവുണ്ടായാൽ, ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഇറ്റ് മേ കോസ് നൈറ്റ് ബ്ലൈൻഡ്നസ്. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ദെൻ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഗ്ലോസിറ്റിസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ നാവൊക്കെ ചീർത്ത് വരുന്ന ഒരവസ്ഥ, അപ്പൊ അതാണ് ഗ്ലോസിറ്റസ്. അല്ലെങ്കിൽ മൗത്ത് അൾസറൊക്കെ വരാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ബി കുറഞ്ഞു പോയിട്ട്. വായ്പുണ്ണൊക്കെ വരാറില്ലേ? അപ്പൊ അത് തന്നെ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ബ്ലീഡിങ് ഗംസ്, നമ്മുടെ മോണയിൽ നിന്നും എന്താ ബ്ലഡ് വരുന്ന ഒരവസ്ഥ, അപ്പൊ അതിനെ പറയുന്നതാണ് സ്കർവി. ഈ രോഗത്തിന്റെ പേര് ശരിക്കും സ്കർവി എന്നാണ്, സ്കർവി. ദെൻ വൈറ്റമിൻ ഡി നമുക്കറിയാം റിക്കറ്റ്സ് ആണ്, റിക്കറ്റ്സ്. ഇപ്പൊ സ്കർവി എന്ന് പറയുന്ന ഡിസീസ് ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ സി. Then what food items will you suggest to include the diet if someone in your home suffers from mouth ulcer? Mouth ulcer വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫുഡാണ് അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഓർത്ത് വയ്ക്കുക. വൈറ്റമിൻ ഡി, അതായത് മട്ട, റൈസ് ഉണ്ടാവും, സ്പിനാച്ച്, എഗ്, നട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ബിയുടെ അളവ് നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാം. Then deficiency of which vitamins cause night blindness? Vitamin A ആണ്. Deficiency of which vitamin cause rickets? Yes, vitamin D ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തത്. പക്ഷെ നമുക്ക് എക്സാമിന് എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാ ടേബിളും മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് ഓരോ ഡിസീസും അതിന്റെ വൈറ്റമിൻ ഏതാണെന്നുള്ളത് കറക്റ്റ് ഓർത്ത് വെക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് ടീച്ചർ ജസ്റ്റ് പറയാം. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ പുവർ വിഷൻ, അതായത് ഡിം ലൈറ്റിൽ കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാവുക, പുവർ വിഷൻ ആവുക. ഡേ ടൈമിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ രാത്രിയാവുമ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, മങ്ങിയ കാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കും. അതാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അത് ഏതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്ന? ഡ്യൂ ടു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ഓക്കെ. ദെൻ മിനറൽസും അതിന്റെ ഡിസീസസും ആണ് നെക്സ്റ്റ് പറയുന്നത്. മിനറൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച 3 മിനറൽസ് അയേൺ, കാൽസ്യം, അയഡിൻ ആണ്. സോ അയേൺ ആണ് ആദ്യം തന്നത്. അയേണിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞു അനീമിയ, ഹീമോഗ്ലോബിൻ ബ്ലഡിൽ കുറയുന്ന അവസ്ഥ, അനീമിയ. അയോഡിൻ എന്ന് പറയുന്നത് നമുക്ക് സീ ഫുഡിൽ നിന്നാണ് കിട്ടുക. ഇറ്റ് മേ കോസ് ഡെഫിഷ്യൻസി, ഇറ്റ്സ് ഡെഫിഷ്യൻസി മേ കോസ് ഡിസീസ് നോൺ ആസ് ഗോയിറ്റർ. ഗോയിറ്റർ അതായത് തൊണ്ടയിൽ ഇങ്ങനെ മുഴ വരുന്ന ഒരവസ്ഥ, ഗോയിറ്റർ. ദെൻ നെക്സ്റ്റ് കാൽസ്യം. കാൽസ്യം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബോൺ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കാൽസ്യം. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേമാണ് ഓസ്റ്റിയോപോറോസിസ്. നമ്മുടെ ബോൺസിലൊക്കെ ഹോൾസ് വരിക, അതാണ് ഓസ്റ്റിയോപോറോസിസ്. ഇപ്പൊ ഡിസീസസ് കറക്റ്റ് നോക്കി വെക്കുക. സോ വിച്ച് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? യെസ്, ഇറ്റ് ഈസ് അനീമിയ. വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡ് ടു പ്രിവെന്റ് ഗോയിറ്റർ? We should add
സീ ഫുഡ്സ് ഒക്കെ ആഡ് ചെയ്യും. വാട്ട് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഓസ്റ്റിയോപോറോസിസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഏത് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? കാൽസ്യം കണ്ടെയ്നിങ് ഫുഡാണ് അല്ലേ? എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. വൈ ആർ ദി അയൺ ടാബ്ലറ്റ്സ് സപ്ലൈഡ് ഇൻ സ്കൂളിൽ എന്തിനു വേണ്ടിയിട്ടാണ് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്? To increase the iron in our body, and also helps in formation of hemoglobin in blood. ഹീമോഗ്ലോബിൻ ആണ് മെയിൻ ഓക്സിജൻ കാരിയർ എന്ന് പറയും. ഓക്സിജനെ ഓരോ സെൽസിലും എത്തിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. അപ്പം ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിൽ ഇല്ലെങ്കിൽ ഈ ഒരു ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല. അപ്പം നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങളും വരും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അയൺ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ അപ്പൊ ഇത്രയും ഓരോ പേജും പഠിച്ച് വേണം പോവാൻ. ടീച്ചർ ഒരു വീഡിയോ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഇതിലാണ്. സോറി, കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ സ്ലോ ആയിട്ട് തന്നെ കണ്ടുപോവുക കേട്ടോ. പഠിച്ച് തന്നെ കണ്ടുപോവുക. 2 ദിവസം എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, നോക്കാം. ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഹെൽത്ത് കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ്. ഏത് മിനറലാണ്? കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാക്കുന്നതാണ് ബോൺസ് സോഫ്റ്റ് ആവുക, പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ദെൻ ഗോയിറ്റർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തൊണ്ടയിൽ മുഴ വരുന്ന ഒരവസ്ഥ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫങ്ഷനിങ് ഒന്നും ശരിക്കും നടക്കാത്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. അത് നടക്കാതിരിക്കാനുള്ള കാരണം നമ്മുടെ അയോഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈ ന്യൂട്രിയൻസ് അല്ലാത്ത, കഴിഞ്ഞ ഫസ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ദർ ആർ സം ഫുഡ് ഐറ്റംസ് വിച്ച് ആർ നോട്ട് ന്യൂട്രിയൻ മീൻസ് വിച്ച് ആർ നോട്ട് ന്യൂട്രിയൻസ് ബട്ട് ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത്. അതാണ് ഒന്ന് ഫൈബേഴ്സും ഒന്ന് വാട്ടറുമാണ്. സോ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഫൈബേഴ്സ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. അത് എവിടെ നിന്ന് നമുക്ക് കിട്ടുക? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുക. ഈ ഫൈബേഴ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? അത് നമ്മുടെ ഡൈജഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ഡൈജഷൻ നടന്ന ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ ലാർജ് ഇൻറ്റസ്റ്റൈനൊക്കെ വഴി നന്നായിട്ട് സ്മൂത്തായിട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതടങ്ങിയ ഫുഡ് ഐറ്റംസ് അധികവും സിറിയൽസ് ആണ്, ധാന്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ബാക്കി ബനാന സ്റ്റെം, ബനാന ഫ്ലവർ, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസിലൊക്കെ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈബേഴ്സ് ന്യൂട്രിയൻസ് അല്ല, പക്ഷെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കമ്പണന്റ് തന്നെയാണ്. അതേപോലെ നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ്. വാട്ടർ, നമ്മുടെ ശരീരത്തിൽ വാട്ടറിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരുപാട് പല പ്രശ്നങ്ങളും വരും അല്ലേ? യൂറിനറി ഇൻഫെക്ഷൻ വരാം. അതേപോലെ നമ്മൾ തളർന്ന് ഭയങ്കരമായിട്ട് ക്ഷീണം വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഡെയിലി ഒരു 10 to 12 ഗ്ലാസ് ഓഫ് വാട്ടർ വരെ കുട്ടികൾ കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം മാക്സിമം ഫുൾ കുടിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പം ഒരു ബോട്ടിലെങ്കിലും മിനിമം കുടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം കുടിക്കുന്നതിലൂടെ മാത്രമല്ല അല്ലേ, ഒരു വാട്ടർ മെലോൺ അങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ നിന്നും നമുക്ക് ഒരുപാട് എന്ത് കിട്ടും? വാട്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാം. വാട്ടർ മാത്രമല്ല, വാട്ടർ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് നമുക്ക് ഒരുപാട് കൺസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. നിങ്ങൾ വാട്ടറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ എഴുതി കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് ന്യൂട്രിയൻസിനെ കുറിച്ച് പഠിച്ചല്ലേ. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇതെല്ലാം ഒരു അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഫുഡ് അല്ലെ ആ ഡയറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുക, നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഡയറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ചില ആൾക്കാരുണ്ടല്ലേ ചെറുപയറൊന്നും കഴിക്കില്ല, അപ്പോൾ അവർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാണ്ട് വരും. ചില ആൾക്കാർ ചോറ് കഴിക്കില്ല, അപ്പോൾ അവർക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടാണ്ട് വരും. അപ്പോൾ അങ്ങനെ അല്ല, നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസും ഒരു അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റ് എങ്ങനെയാണെന്ന് പറയാം? ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഫുഡ് പ്ലേറ്റ് ഒക്കെ കാണാം അല്ലെ? ഡെയിലി കഴിക്കേണ്ട ഫുഡ് പ്ലേറ്റിന്റെ ഒരു മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഫുഡ് പ്ലേറ്റിൽ ഓരോന്നും അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. എല്ലാത്തിന്റെ എക്സാമ്പിൾസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് എക്സ്ട്രാ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി എക്സ്ട്രാ ആയിട്ട് ഇവിടെ പറയുന്നത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കലോറി എന്ന് പറയുന്നത്. കലോറി എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഓരോ ഫുഡ് ഐറ്റത്തിൽ നിന്നും എത്ര എനർജി കിട്ടും അതിന്റെ വാല്യൂ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മൾ കുറച്ച് ഒരു തവി ചോറ് കഴിച്ചാൽ എത്ര കലോറി കിട്ടും, എത്ര എനർജി കിട്ടും, അതിനെ ഏത് യൂണിറ്റിലാണ് നമ്മൾ പറയാ? കലോറി യൂണിറ്റിലാണ് പറയുക. ഇപ്പൊ 20 കലോറി കിട്ടും, 40 കലോറി കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ പർട്ടിക്കുലർ ഫുഡ് ഐറ്റത്തിൽ നിന്നും നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് എനർജി കിട്ടും എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് മാത്രമാണ് ഇത് കലോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എനർജി? നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പം നോർമൽ ഒരു ഒരു മുതിർന്ന ഒരാൾക്ക് എത്ര കലോറി ഓഫ് എനർജി ആവശ്യമാണ്? മിനിമം 1900 to 2400 കലോറി ഓഫ് എനർജി ഒരു ദിവസം ആർക്ക് വേണം? ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വേണം. അതേപോലെ ഒരു വുമൺ ആണ്, ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് 1600 മുതൽ 2000 വരെ കലോറി ആവശ്യമാണ്. ഇനി നിങ്ങളെ പോലുള്ള ചെറിയ കുട്ടികൾക്ക് എത്ര ആവശ്യമാണ്? 1200 മുതൽ 1400 കലോറി വരെ കിട്ടും. ഓക്കെ, കിട്ടും എന്നല്ല, ആവശ്യമാണ്. അപ്പൊ ഈ വാല്യൂസ് കറക്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ മാൻ ആണെങ്കിൽ എത്ര വേണം? 1900 to 2400 കലോറി വേണം. ഓക്കെ, ഇനി വുമൺ ആണെങ്കിൽ എത്ര വേണം? പറഞ്ഞു നോക്കൂ. വുമൺ 1600 to 2000 കലോറി, 2000 കലോറി. ആൻഡ് ചിൽഡ്രൻ ആണെങ്കിലോ അല്ലെങ്കിൽ ചൈൽഡ് ആണെങ്കിലോ, നിങ്ങളെ പോലുള്ള കുട്ടികളാണെങ്കിൽ 1200 to 1400 കലോറി. ക്ലിയർ ആയോ? ഈ വാല്യൂസ് പഠിച്ചു വയ്ക്കും. പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലേക്ക് പോവാം കേട്ടോ. പതിയെ പഠിച്ചാൽ മതി, 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ന്യൂട്രിയൻസ് ഒന്നും ലോസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് മുന്നേ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് എല്ലാം കട്ട് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണോ നമ്മൾ വാഷ് ചെയ്യേണ്ടത്? അല്ല, അതിന് മുന്നേ വാഷ് ചെയ്ത് കട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ചിക്കൻ ഒന്നും ഒരുപാട് തവണ കഴുകരുതെന്നാണ് പറയും, 1-2 തവണ. മറ്റേത് ചിക്കൻ ഒരുപാട് തവണ കഴുകി കഴിഞ്ഞാൽ അതിലെ ഓയിലി ഫാറ്റ് കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ ഓക്കെ, ഇനി ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ ആൻസർ പ്രത്യേകമായിട്ട് പറയുന്നില്ല, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റം നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്യാൻ. ഞാൻ ടീച്ചർ ഇനി അഗൈൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയതാണ് നോട്ടിൽ. നോട്ട് നോക്കി ആ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പം 3 ക്ലാസ് കൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ 3 ദിവസം കൊണ്ട് ഇന്ന് തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കാം. അധികം കാര്യങ്ങളൊന്നും ഇല്ല, എക്സാമ്പിൾസ് ആണ് കുറച്ച് പഠിക്കാൻ
നമ്മൾ സംശയം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് 2 ദിവസം കൊണ്ട് ഇന്നൊന്ന് പഠിക്കുക, നാളെ ഒന്നും കൂടെ പഠിക്കുമ്പോഴേക്ക് ശരിയായിട്ടുള്ളൂ. ബാക്കി ഓരോ മിനറൽസിൻ്റെ ഫങ്ഷൻസും അതേപോലെ വൈറ്റമിൻസിൻ്റെ ഫങ്ഷൻസും പിന്നെ ഓരോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന ഡിസീസസ് ഏതൊക്കെയാണ് അതൊക്കെ കറക്റ്റ് നോക്കി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പം ബാക്കി ഇനിയുള്ള ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ് ആയിരിക്കും. അതായത് മാഗ്നറ്റിന്റെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും ക്ലാസ് 3 ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഞാൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇപ്പോൾ ടീച്ചറിന് അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ക്ലാസ് തരിക എന്നുള്ള മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അത് പഠിച്ച് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ചേച്ചിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ പറയാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം. അങ്ങനെ വൈറ്റമിൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം അമ്മയോടോ അച്ഛനോടോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം. അങ്ങനെ തറവായിട്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തോടെ ആ ചാപ്റ്റർ മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ടീച്ചറിന് ഇവിടെ നെറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കുന്നത്. അപ്പം നാളെ മുതൽ വീഡിയോ ഓൺ ആക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.